ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ADGP MR അജിത് കുമാർ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കണ്ടെത്തലിൽ DGP റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ട് കൈമാറിയത്. ആന്റണി ജിസ്റ്റർ ചേരുന്ന വിവരങ്ങളുമായി. ആന്റണി, ഏതായാലും പോലീസ് സർക്കാരിന് DGP ഏതായാലും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി എന്ത് നടപടിയാണ് അജിത് കുമാറിനെതിരെ സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഏതായാലും ഒടുവിൽ ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് വരികയാണ്. എന്നാണ് ആ റിപ്പോർട്ട് നൽകുക എന്നുള്ള ചോദ്യമായിരുന്നു ഇത്രയും ദിവസം ഉയർന്നിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇനി ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര മന്ത്രിക്ക് കൈമാറും. ആഭ്യന്തര മന്ത്രിയായിരിക്കും ഇക്കാര്യത്തിലൊരു നടപടി തീരുമാനിക്കുക. ഏതായാലും സംസ്ഥാന സർക്കാരാണ് ഇനിയിപ്പോൾ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. നമുക്കറിയാവുന്ന പോലെ ഈ സംസ്ഥാന സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യം ചെയ്ത കാര്യമാണ് ഈ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് SIT അന്വേഷണം നടത്തുകയും ഈ അജിത് കുമാർ MR അജിത് കുമാർ അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കേസ് ഡയറി തിരുത്തിയെന്നും SIT കണ്ടെത്തിയത്. അത് ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന 2 SIമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഈ അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചു എന്ന് കാട്ടിയുള്ള SITയുടെ റിപ്പോർട്ട് DGPക്ക് നേരത്തെ നൽകിയിരുന്നെങ്കിലും അതിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് DGP അത് പരിശോധിച്ച ശേഷം ചില വ്യക്തതകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ വ്യക്തത വരുത്തി വീണ്ടും SIT റിപ്പോർട്ട് നൽകി. അതിനുശേഷം അജിത് കുമാറിനോട് വിശദീകരണം തേടി. അങ്ങനെ അജിത് കുമാർ കഴിഞ്ഞ ദിവസം DGPക്ക് വിശദീകരണം എഴുതി നൽകിയിരുന്നു. അതിൽ ഈ പറയുന്ന ദിവസം, അതായത് ഈ അട്ടിമറിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് തിരുത്തി എഴുതിച്ചു എന്ന് പറയുന്ന ദിവസം താൻ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. അന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി അവിടെയാണ് ഉണ്ടായിരുന്നത്. ഓഫീസിൽ താൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അജിത് കുമാർ പറഞ്ഞത്. അതിൻ്റെ രേഖകളും അടക്കമാണ് DGPക്ക് നൽകിയ വിശദീകരണത്തിൽ അജിത് കുമാർ ഉൾപ്പെടുത്തിയിരുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദീകരണം നൽകാൻ സമയം അനുവദിക്കണമെന്ന് അജിത് കുമാർ ഈ വിശദീകരണത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ DGP അത് അംഗീകരിച്ചില്ല. ഏതായാലും അതിന് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ DGP റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടുള്ളത്. ഏതായാലും അതിലെന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്താണ് DGP ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. ഏതായാലും സസ്പെൻഷൻ അടക്കമുള്ള നടപടികളോ അല്ലെങ്കിൽ വകുപ്പ് തല അന്വേഷണമോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിലാണ് ഇനി അറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. ആ നടപടി, ശുപാർശ ചെയ്ത നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ആഭ്യന്തര മന്ത്രിക്ക് നൽകിയ കാര്യത്തിലൊരു തീരുമാനമെടുത്ത ശേഷം മുഖ്യമന്ത്രി ആയിരിക്കും, പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥരാണ്, ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു അനുമതി കൂടി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഏതായാലും അതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുക. ഏതായാലും നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയ ഒരു DGPയുടെ ഒഴിവ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തതിലേക്ക് പരിഗണിക്കപ്പെടുന്ന ആളാണ് ADGP MR അജിത് കുമാർ. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗമൊക്കെ ചേരാനിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ അതിനു മുമ്പ് ഈ റിപ്പോർട്ട് കൊടുക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകാനായി ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ആ റിപ്പോർട്ട് DGP നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ഇത് പെട്ടെന്ന് നടപടിയെടുക്കാൻ വേണ്ടി കഴിയില്ല. അതിന് ചില വഴികളുണ്ട്. ആദ്യം SIT DGPക്ക് നൽകണം. DGP അത് പരിശോധിച്ച ശേഷം ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകണം. ആഭ്യന്തര സെക്രട്ടറി പിന്നീട് അത് ആഭ്യന്തര മന്ത്രിക്ക് നൽകണം. അങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെ പെട്ടെന്നൊരു നടപടി എടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ കോടതിയിലടക്കം അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ട് ADGP MR അജിത് കുമാർ ഇടപെട്ട് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള SIT റിപ്പോർട്ട് DGP ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നു. ഇനി അതിൽ എന്തായിരിക്കും നടപടി എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, ആന്റണി ജിസ്റ്റോറാണ് വിവരങ്ങൾ നൽകിയത്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R സുഗതന് 2 കേസുകളിൽ ജാമ്യം. വട്ടിയൂർക്കാവിൽ ക്ഷേത്രോത്സവത്തിനിടെ ഒരാളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വധശ്രമ കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലുമാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി നേരത്തെ 2 കേസുകളിലും സുഗതന് നെടുമങ്ങാട് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിച്ചുവെങ്കിലും കാപ്പ കേസിൽ ഇളവ് ലഭിക്കാതെ സുഗതന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് സുഗതൻ.
കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ LDF, UDF അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. 2ാം വാർഡിലെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബഹളത്തിൽ നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബല്ലാരി ഉൾപ്പെടെ 3 UDF കൗൺസിലർമാർക്ക് പരിക്കേറ്റു. ഇവർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ LDF അംഗങ്ങൾ മർദ്ദിച്ചെന്നാണ് UDF ആരോപിച്ചപ്പോൾ UDF അംഗങ്ങൾ തന്നെയാണ് ചെയർമാനെ തള്ളിയിട്ടതെന്ന് LDF കൗൺസിലർമാരും തിരിച്ചടിച്ചു.